അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില ഉഡായിപ്പ് കറാമത്തുകളെ പറ്റി പറയാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇങ്ങനെ പറയണത് എന്ന്. മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് സുന്നികളെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളിൽപ്പെട്ട സുന്നികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇവിടെ ചില കറാമത്തുകളെ കൊണ്ട് കളിക്കുമ്പോൾ ഇവിടെയുള്ള പുത്തനാശയക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും സുന്നികളിട്ട് നിരങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിച്ചത് ഇല്ലാത്ത കറാമത്തുകൾ ഓരോരുത്തർക്ക് വെച്ച് കിട്ടിയിട്ട് അതിനു വേണ്ടി ന്യായീകരിക്കുന്ന ഒരു വിഭാഗത്തിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ മൂല്യന്മാർ ഇവർ സ്റ്റേജിന്മേൽ കയറിയിട്ട് തനിച്ച നോണ കളവ് പറഞ്ഞാലോ, ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ അതിൽ വിഭാഗീയതൊന്നുമില്ല. എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും മിക്കവാറും അധികം ഒരു ആളാകാൻ വേണ്ടിയിട്ട് ചില സ്റ്റേജിലൊക്കെ കയറിയിട്ട് ചില മൂല്യന്മാർ ഓര് പറയണത് കളവ് പറഞ്ഞാലുള്ള അതിൻ്റെ ശിക്ഷ എന്താണെന്ന് മിറാജിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി കാണിച്ചു എന്നും അതിൻ്റെ ശിക്ഷ ഒരു കുളത്തുകോല് കൊണ്ട് കത്തി കൊണ്ട് കവളിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കീറി ഇതുവരെ കീറുമെന്നും അത് ആ കത്തി കൊണ്ട് എടുത്താൽ പിന്നെ ഈ ഭാഗത്ത് കീറുമെന്നും ഈ ഭാഗത്ത് കീറിയതിൻ്റെ ശേഷം കത്തി എടുക്കുമ്പോൾ ഇവിടെ കൂടുമെന്നും ഇങ്ങനെ അവനെ ശിക്ഷിക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഈ ഹോജാക്കന്മാർ, ഉസ്താക്കന്മാർ, ഇവരാണ് ഓരോരുത്തരുടെ പേരിൽ കളവ് പറയുന്നത്. മടവൂരിൻ്റെ പേരിൽ മടവൂരിനില്ലാത്ത കറാമത്ത് അദ്ദേഹത്തിൻ്റെ മേലിൽ വെച്ച് കെട്ടി, അങ്ങനെ ഓരോരുത്തർക്കും ഇല്ലാത്ത കറാമത്ത് വെച്ച് കെട്ടി കരുന്നോണ പറഞ്ഞിട്ട് സമുദായത്തിൻ്റെ അടിയിലുള്ള ഒരു ഇസ്സത്ത് നഷ്ടപ്പെടുത്തുക മറ്റുള്ളവരുടെ അടിയിൽ. ഇത് കാണുമ്പം കണ്ടിട്ട് ഇതിനെപ്പറ്റിയൊന്നും പ്രതികരിക്കാതെ നിന്നാൽ സ്വന്തം വിഭാഗത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ സ്റ്റേജിന്മേൽ കയറിയിട്ട് നോണ പറയുമ്പോൾ മുണ്ടല്ലട അവിടെ നിന്ന് പറയാൻ അവിടെ ആ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ തയ്യാറാവണം. എന്നതുപോലെ ഇപ്പം കുരുവട്ടൂരി നൗഷാദൊക്കെ പറയുന്നത് എന്തൊക്കെയാണെന്നാ ഈ CM-ൻ്റെ മേലില്ലാത്ത നോണകൾ, കളവുകൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇന്നേ ചെയ്ത് ഓരോ കറാമത്തിട്ട് ഇറങ്ങല്ലേ പുതിയ പുതിയ ആൾക്കാർ. അത് 2-3 ആൾക്കാർ വിശദീകരിക്കുമ്പം പേര് മാറിപ്പോണൊക്കെ ഉണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുത്ത് അത് പേര് മാറുക. ഇയാളെ പറ്റി പറഞ്ഞ എന്നപോലെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഒരു വ്യക്തിക്ക് ശബ്ദം പെട്ടെന്ന് അടഞ്ഞു പോയിട്ട് എന്ത് ചെയ്ത് ഈ കുറേ കത്തിയോണ്ടൊക്കെ കുത്തി, എന്നപോലെ തീയോണ്ടൊക്കെ കുത്തി, മുളകൊക്കെ കണ്ണ് വാരിയിട്ട് നോക്കി, എന്നിട്ടൊന്നും മുണ്ടണില്ല. ഇങ്ങനെയൊക്കെ പീഡനം നടത്തിയെന്ന്, എന്നിട്ടൊന്നും മുണ്ടണില്ല. അങ്ങനത്തെ ആളെന്ത് ചെയ്തു, ഈ മടവൂരിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ മടവൂരിൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ മടവൂർ പറഞ്ഞെന്താണ്, അത് മാറിയിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നോണ പറയണൊക്കെ ഒരു മനുഷ്യനെങ്ങനെ പീഡിപ്പിക്കുക, ആ മനുഷ്യനൊക്കെ വെച്ചേക്കാൻ പറ്റുമോ? ഒരാൾക്ക് ശബ്ദമാണ് നഷ്ടപ്പെട്ടാൽ ആ ശബ്ദം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അയാൾ ഈ കത്തിയോണ്ട് കുത്തുക, ഇരുമ്പോണ്ട് കുത്തി വെക്കുക, ഒച്ച ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. തീരെ ഒരു ബോധമില്ലാത്ത ആൾക്കാരല്ല ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ ഇടയിൽ വലിയ വലിയ ആൾക്കാർ തലകെട്ടും കെട്ടിയാണ് സ്റ്റേജിൽ കയറി പറയാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ മറ്റുള്ള ഇല്ലാത്ത നുണ പറഞ്ഞിട്ട് ഹറാമറപ്പുണ്ടാക്കിയിട്ട് എന്തിനാണ് ഇവിടെ ഈ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടാക്കുന്നത്? ചില ആൾക്കാർ ആളാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയാം. ഇപ്പോൾ ഈ മുനീർ ബാക്കവിൻ്റെ തൊള്ളയിൽ കൂടെ ഒക്കെ വരുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അയാളൊക്കെ സുന്നിൻ്റെ ആൾ തന്നെയാണ്. നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുമില്ല, മൂപ്പരോടൊന്നുമില്ല. തിനി റാഡ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ. ഇതൊക്കെ മനുഷ്യന്മാർ കേട്ടാൽ എന്താ, ജുമാൻ്റെ നേരത്ത് ഖുത്ബൻ്റെ അടിയിൽ ഖത്തീബ് മിമ്പറിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യണം, ദ്വാക്ക് ഇത്തരമുള്ള സമയത്ത് എന്താണ് മൂപ്പര് പറഞ്ഞല്ലോ, എനിക്ക് റാഡ തരണേന്ന് ആഗ്രഹമുള്ളൊരു റാഡ. അപ്പോൾ അടുത്തുള്ള ഒരാൾ മരിച്ചെന്ന്, എന്നിട്ട് മൂപ്പര് തന്നെ റാഡ വാച്ചൊക്കെ എന്താണ് കഴിച്ചെടുത്തത്, പിന്നെ മൂപ്പർക്ക് തന്നെ വന്നതെന്ന്. ഇതൊക്കെ പറയാനുള്ളൊരു ഉളുപ്പ്, ജനങ്ങളുടെ അടിയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ഉളുപ്പില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നപോലെ കുരുവട്ടൂരികൾ ഇങ്ങോട്ട് വന്നിട്ട് അവർ ഉസ്താക്കന്മാർ ചീത്ത പറഞ്ഞിട്ട് എന്തൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുക. അപ്പോൾ അതിന് അനുകൂലിച്ചാണ്ട് ഓല അനുകൂലിച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് ഈ മുറിച്ചുട്ടികൾ അതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട സുന്നികളെ കൂട്ടത്തിലല്ല. അത് APക്കാരെ എതിർക്കണ, APക്കാർക്ക് എതിർ പറയണതാണ്. നമ്മളെന്താണ് അതിൻ്റെ ബെത്തൽ കൊണ്ടത് ഇല്ലാത്ത കറാമത്തല്ല ഇവനൊക്കെ പറയണത്. എന്നാലും ഇവന്
ഏതെങ്കിലും സംഘടന അംഗീകരിക്കുന്നുണ്ടോ? സമസ്തയൊക്കെ തെറ്റാണെന്നുള്ള അഭിപ്രായമല്ല അവൻ്റെ മേലുള്ള, അല്ലെങ്കിൽ അവരെ കൈക്ക് കൂടൂലേ? അപ്പോൾ ഇതിങ്ങനെ കേട്ടിട്ട് ഓരോ വീഡിയോയിലുള്ള ഓരോരുത്തരുടെ ഉടായ്പങ്ങൾ കേട്ടിട്ട് പണ്ഡിതന്മാരൊന്നും ഇതിനെപ്പറ്റി പറയില്ല. അപ്പം നമ്മളെപ്പോലത്തെ പാമരന്മാർ ഇറങ്ങി പറയാമെന്നുള്ളതാണ്. അങ്ങനെ കറാമത്ത് ഇപ്പോൾ എന്നതുപോലെ തന്നെ ഓരോ കറാമത്ത് കേട്ട് പറയാം. വടകര മമ്മായി തങ്ങളെ കറാമത്ത് കൂട്ടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരു കാളനെ കാണാനില്ലാതായി, അതിനെന്താണ് മൂപ്പരെത്തി ചെന്നപ്പം വയറിളക്കാൻ പറഞ്ഞ്, അങ്ങനെ എന്താണ് ബസ് കയറിപ്പോയപ്പോൾ എന്താണ് വയറിളക്കി, ബസ് കയറിപ്പോയി ഓരോ സ്ഥലത്തെത്തി. അവിടെ നിന്ന് എന്താണ് മൂപ്പർക്ക് വയറ്റുനിന്ന് മറക്കിരിക്കാൻ മുട്ടിയപ്പോൾ എന്താണ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്ന് കാളനെ കണ്ടത്. ഇത് ആരെ പിന്നെ മമ്പറന്നങ്ങളെ പറ്റി പറയുന്ന കറാമത്ത്, അങ്ങനെ ഓരോരുത്തരെ പറ്റി. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും, അത് മറ്റുള്ളവരിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് എന്താക്കുക, ഇവിടെ സമുദായത്തിൽ എന്തുണ്ടാക്കുക, അങ്ങനെയൊന്നും ഒരു കറാമത്തും ഇതൊന്നും ഇല്ലാന്ന് ജനങ്ങളുടെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരവസ്ഥ. എന്നപോലെ തൃപ്പഞ്ച് മൂല്യരെ മൂപ്പരടുത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. മൂപ്പര് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന, സ്വന്തത്തിനെ ഇതാക്കിയാണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം മരിച്ചപ്പോൾ എന്തൊക്കെ അല്ലാത്ത കറാമത്ത്, എന്തൊക്കെ കറാമത്താണ് മൂപ്പരെ പറ്റി പറയണത്. മൂപ്പരെടുത്തെടുക്കാൻ ഞാൻ ചെന്നപ്പോൾ ഒരാൾ മൂപ്പരെടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് വണ്ടിയോട് വന്നിട്ട് ഉസ്താദേ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരെന്ത് ചെയ്താൽ ബാക്ക് കടിച്ച് അടിയാണ് നിൽക്കുക എന്തേന്ന് വെച്ച്. അപ്പോൾ ഉസ്താദേ ഞാൻ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഇറക്കണം. അപ്പോൾ ഹജ്ജിന് പോകണം, അതിന് ഇന്ത്യ എത്തിക്ക് വന്ന് എന്തിനാ നിലവിളിച്ചണത് വെച്ച്. എനിക്ക് നിർബന്ധമുള്ള ഇപ്പം നിസ്കരിക്കാൻ വന്നപ്പോൾ ഞാൻ നിലവിളിച്ചു. എനിക്ക് നിർബന്ധമുള്ള ഹജ്ജിന് പോകാൻ വേണ്ടി വരുമ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചിരുന്നത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ. അപ്പോൾ ഇയാളുടെ പേരിൽ ഇനിയിപ്പോൾ ഈ തിർപ്പഞ്ചുസ്താൻ്റെ പേരില്ലാത്ത കറാമത്ത് അങ്ങനെ പറഞ്ഞ് ഓരോരുത്തർ, അതാണ് ഈക്ക ഉസ്താദിന് എന്ത് ചെയ്തു, ഖബറിലേക്ക് മുൻകർ നക്കീർ വന്നപ്പം അത് ഇയാൾ മസ്ബൂത്ത ആളാണ് കേട്ടോ, ഇയാളെ ചോദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻകർ നക്കീർ മടങ്ങിപ്പോയതൊക്കെ എന്താണ് ഇയാളെ സ്മരണികയായിട്ട് പറയുന്ന സദസ്സെന്ന് പറയാം. ഇങ്ങനെ ഓരോ കാര്യം നുണകൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളത് തന്നെയാണെങ്കിലൊക്കെ പറയാൻ പാടുണ്ടോ ജനങ്ങളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ? അതുകൊണ്ടൊക്കെ തന്നെയാണ് AP വാത്തയുടെ പേരോടൊക്കെ പറഞ്ഞത് ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന്. അത് പേരോടിൻ്റെ മാത്രം അഭിപ്രായം എന്നല്ല, എല്ലാവരെയും അഭിപ്രായം അങ്ങനെ തന്നെ. ഇങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്ത മുഹാലായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വരെ ചേർത്തി പറയാൻ പാടില്ല. മുഹാലായ കാര്യങ്ങൾ ഇതൊന്നും ഈ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലേ ഈ പറയണത്. വലിയ പഠിപ്പുള്ള ആൾക്കാരാകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കറാമത്തും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ദീനുൽ ഇസ്ലാമിനെ എന്താണ് അലങ്കോലപ്പെടുത്തുക. എന്നതുപോലെ ഒരു തെരീക്കത്ത് സ്വീകരിച്ചിട്ട് ഒരു തെരീക്കത്തായിട്ട് ഈ തെരീക്കത്ത് കൂടെ ഇങ്ങനെ അംഗീകരിക്കാത്തവരൊന്നും മുസ്ലിം തന്നെയല്ല, ഓൽക്കൊന്നും ഓലെ ഈമാനൊന്നും പരിപൂർണ്ണമല്ല. എന്നതുപോലെ ആലുന്തറ തെരീക്കത്തിന് അംഗീകരിക്കാത്തവരൊന്നും അല്ല. അപ്പോൾ ഇവിടെ ഇസ്ലാം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും വർഗീയവാദത്തിലേക്കും മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് സഹോദരങ്ങളെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ ഇവരെ ഷെറിൽ നിന്ന് കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്നാൽ കറാമത്തുകളും ഈ അമ്പിയാക്കൾക്കും മോചിതത്വം ഔലിയാക്കൾക്കും കറാമത്തും ഉണ്ടാകുമെന്നും അത് മരണത്തോടുകൂടെ മുറിയിലെന്നും എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ്. അവരോട് എന്താണ് ഇസ്തിഹാസ നടത്തിയാലൊക്കെ എന്താണ് അത് പ്രതിഫലാർഹമാണെന്നും, അത് മാത്രമല്ല അവരെ മാനിച്ച് അള്ളയാണ് ഇത് കൊടുക്കുന്നത്. അത് നമ്മൾക്കിപ്പോൾ ഒരു കഴിവ് തരുന്നത് ഈ സ്വാഭാവികമായിട്ടുള്ള കഴിവ് എങ്ങനെ തരുന്നോ അതുപോലെ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത് അള്ള കൊടുക്കുകയാണ്. അവരെ മുഖേന അള്ള കൊടുക്കും. ഈ വിശ്വാസത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും തെറ്റാണോന്നോ കുറ്റാണോ എന്നല്ല പറയുന്നത്. ഇല്ലാത്ത നുണ പറഞ്ഞാണ്ട് ഓരോരുത്തരെ പുകയത്തരുത് എന്നപ്പം പറഞ്ഞത്. ഇതൊന്നും ഒരു സംഘടനൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം ആൾക്കാരെ എതിർക്കണം എന്നുള്ള ആൾക്ക് എന്തെങ്കിലും ജോലിയിലാക്കണമെങ്കിൽ ഓലൊക്കെ പിരിച്ചുവിടൽ കഴിഞ്ഞാണ്. നമുക്കിപ്പം മേപ്പെട്ട് നോക്കിയാൽ മാനും അടിക്ക് നോക്കിയാൽ ഭൂമിയാണ്. അപ്പോൾ നമുക്ക് ആരും പേടിച്ചാലുള്ള കാര്യം ആരോ മൂത്ത് നോക്കി നമുക്ക് തുറന്നു പറയാൻ പറ്റും. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ആർക്കെങ്കിലും പൊള്ളണ്ട് ഓരോ സ്ഥലത്തില്ലാത്ത കറാമത്തുകളും അതും ഇവിടെ പറഞ്ഞിട്ട് എന്തൊക്കെ അവിടേക്ക് പിരിവിട്ടാൽ ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ മോശപ്പെട്ട പരിപാടിയാണ്. ഇതൊക്കെ നിർത്തേണ്ട സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഓരോ പരീക്ഷണങ്ങൾ അന്നങ്ങനെ കാണിച്ചു തരിക. അപ്പം ബലി ചോദിക്കുകയാണ്, ഒരു വഹാബിയോട് ചോദിക്കുക, അപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പം അവിടെ നിങ്ങൾ ഔലിയാക്കന്മാരെ മക്കബറുണ്ടെങ്കിൽ അതുകൊണ്ട് ശരിയായില്ലായിരുന്നു. അപ്പോൾ യുക്തിവാദികൾ ചോദിക്കുകയാണ്, പഠിച്ചോനെന്തേ നോക്കി നീനത്. ഇങ്ങനെ യുക്തിവാദികൾക്കും വഹാബി പ്രസ്ഥാനത്തിനും ഒരു ഇരട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഷെറിൽ നിന്ന് അല്ല നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്നും, അവനാൻ്റെ ഈമാൻ സൂക്ഷിച്ച് അവനാൻ്റെ കാര്യം നല്ലാക്കി ഓരോരുത്തരും മൗലിയാകാൻ നോക്കണം. സുന്നത്ത് കൊണ്ടും പറലുകൊണ്ടും ഒക്കെ നമ്മളെടുത്താണ്ട് നമ്മളെ സ്വന്തം വലിയാകാനാണ് നോക്കേണ്ടത്. മറ്റുള്ളവർക്കുണ്ടോ അതുണ്ടോ എന്നല്ലോ ഓല കാര്യം ഞാൻ ഇപ്പം മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നന്നായി
ഞാൻ മോശം, ഓന് മോശമാണ് ഓനെ മോശമാണ് എന്നുള്ള ചിന്തയല്ല, ഞാൻ നന്നാണ്, എൻ്റെ കൽബ് ഹൃദയം നന്നാവണം, ഞാൻ നന്നാൽ എൻ്റെ കബർക്ക് ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് അള്ള വിരിച്ചത് ദുനിയാവ് വിരിച്ചതൊക്കെ വരും. ആ വിശ്വാസത്തോടു കൂടെ ഈ നബിനെയും സഹാബാക്കളും തബുത്താബീനും പിൻപറ്റിയിട്ട് ഔലിയാക്കളെ ഇഷ്ടപ്പെട്ട് അമ്പിയാക്കളെ ഇഷ്ടപ്പെട്ട് അള്ള ഇഷ്ടപ്പെട്ടവരെ താലീമ അള്ളമല്ലാമി ഷായരിലിമ നല്ല ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിച്ച് നല്ല നിലക്ക് ഈമാനോട് കൂടെ മരിക്കണം, പുഞ്ചിരിച്ച് മരിക്കണം. അതിനെന്ത് വേണം? നമ്മൾക്ക് തെക്കുവ ഉണ്ടാവണം, നമ്മളെ വിശ്വാസം നന്നാവണം, ദൃഢമാവണം, കളവ് പറയരുത്, മറ്റുള്ളവരെ ഈബത്ത് പറയരുത്, മറ്റുള്ളവരെ മോശമാക്കി പറയരുത്, ഓൻ്റെ സംഘടന ഇല്ലാത്തവരൊക്കെ പേച്ചോരാണെന്ന് പറയരുത്, ഓൻ്റെ തെരീക്കത്തല്ലാത്തൊക്കെ പേച്ചാണെന്ന് പറയരുത്. അതൊക്കെ എന്താണ്? നല്ല ഒരു നിലക്ക് ആത്മീയമായിട്ട് വളരുന്ന ആളുകളാണെങ്കിൽ, നല്ല ആളുകളാണെങ്കിൽ മറ്റൊരാളെ പറ്റി കുറ്റം പറയാനില്ല. ഓലെ തെരീക്കത്ത് മോശമാണെന്ന് അതോടുകൂടെ ഒരാളെ പറ്റി ഈബത്ത് പറഞ്ഞാൽ ഇവരാ പഠിപ്പിക്കുക എന്നതുപോലെ തന്നെ ഇവരാ പഠിപ്പിക്കണത്. അല്ല പറഞ്ഞത് ഒരാളെ ഈ മാംസം ഇപ്പം ഈ ഉരുൾപൊട്ടലിൽ കുറേ ആൾക്കാരിങ്ങനെ മരിച്ചു പൊന്തിയല്ലോ, അത് പച്ചയായിട്ട് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ രൂപത്തിലാണല്ലോ ചോദിച്ചത്. അപ്പം നമ്മൾ ഈ പച്ച തിന്നണത്, അതായത് ഈ കുരുവട്ടൂരികളൊക്കെ എന്താണ് ഓരോ ഉസ്താദന്മാരെ പച്ച തിന്നണത്, പച്ച ഇറച്ചി തിന്നാണ്. ഇതൊക്കെ സ്റ്റേജ് കയറിയിട്ടാണ് തിന്നണത്. എന്നപോലെ കളവ് പറയുമ്പോൾ അതിൻ്റെ ശിക്ഷ നമ്മളിങ്ങനെ കീറണത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ ശിക്ഷ. എന്നപോലെ നമ്മളെ ഇറച്ചി പച്ച ഇങ്ങനെ കടിച്ച് തിന്നുക അവരൊക്കെ, സ്വന്തം ഉസ്താദന്മാരെ ഇറച്ചിയൊക്കെ. അപ്പോൾ ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഫിത്തനകൾ വരുന്നത്. അപ്പോൾ അന്ന് ഇങ്ങനത്തെ സിറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളാണ്ട് വിട്ടളി, ആ ഭാഗത്തേക്ക് തിരിയണ്ട. ഇനിയിപ്പോൾ ഒരാളെന്താണ് ഒരാൾ ഒരു മക്കാമിലേക്കോ അല്ലെങ്കിൽ തവസ്സുലോ ഇസ്തിഹാസം നടത്തിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തേക്കൊന്നുമില്ല, ഒരു ജാഹിദോ സുന്നത്തോ കാര്യം ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യണോല് ചെയ്ത് നിൽക്കുക. ഒരാളെന്താണ് ഇസ്തിഹാസം നടത്തി അല്ലെങ്കിൽ മക്കാമ് പോയി എന്നാലും മുശ്രിക്കാകൂല. ഒരു വിഭാഗം മുശ്രിക്കാക്കാൻ ജാതിനെ പുറത്താക്കാൻ നടക്കുമ്പോൾ മറ്റൊരു വിഭാഗം കറാമത്ത് പറഞ്ഞാണ് വേറെ ആൾക്ക് ഒഴിവാക്കാനാണ് നോക്കുന്നത്. വഹാബി പ്രസ്ഥാനം പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്താൽ തന്നെ മുശ്രി ശിർക്കായി, ദീനിന്ന് പുറത്തുപോയിന്നാണ്, ഒക്കെ കള്ളാടികളായി പച്ച കാഫിര്യങ്ങളായി മാറിയെന്ന് ഓല് പറയണത്. ഒരു വിഭാഗം ഇല്ലാത്ത കറാമത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിച്ചാണ്ട് ഓൽക്ക് പൈസ ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ. എത്ര മക്കാമിലൊക്കെ അടിയ നടന്നിരുന്നു, അത് ഞങ്ങളതാണ്. ഇതൊക്കെ ഔലിയാക്കന്മാരാണെങ്കിൽ ഔലിയാക്കന്മാർ അവർ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. അവിടെ കൊടുക്കേണ്ടിട്ട് ഓരോ മക്കാമിൽ പോലെ അവിടെ കൊടുക്കേണ്ടപ്പോൾ കൊടുത്തളിയും. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്നതുപോലെ എന്തൊക്കെ ഇവിടെ നടന്നു, ഇതൊക്കെ നിർത്തേണ്ട കാലമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വർത്തമാനം ഇപ്പോൾ അത് പറയാൻ കാരണം യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഇതാണ് ചർച്ചാ വിഷയമെന്ന്. നമ്മൾക്കിവിടെ ഉരുൾപൊട്ടിയതും മറ്റുള്ളതും മനുഷ്യന്മാർ നശിക്കുന്നതും മരിക്കുന്നതും അല്ല വിഷയം. നമുക്കിപ്പോൾ എന്താണ് ഒരു കറാമത്തിൻ്റെ പേരിലും മറ്റേൻ്റെ പേരിലും ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാം. ഉസ്താദുമാരെ തെറി പറഞ്ഞിട്ട് ഈ കുരുവട്ടൂരികളൊക്കെ ഇറങ്ങിയത് എന്തിനാ പോയി ഇറങ്ങിയത്? ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക. അത് കേൾക്കാൻ സൗകര്യമുള്ളവർ കേൾക്കുക, നല്ല കമൻറ്റും എഴുതുക. നല്ലതായിട്ടാണെങ്കിലും മോശമായിട്ടാണെങ്കിലും ഞാൻ മറുപടി അവർക്ക് വ്യക്തിപരമായിട്ട് എഴുതുന്നുണ്ട്. അസ്സലാമു അലൈക്കും.